അവന്റെ കണ്ടീഷൻ അത്ര ശരിയല്ല. ഇത്രയും നേരം പെരുമാറിയിട്ടും ഒന്നും സമ്മതിച്ചിട്ടില്ലല്ലോ. ഈ നിലയ്ക്ക് അവനിവിടെ കിടന്ന പുലിവാലാവൂന്നാ എന്റെ സംശയം. ഞങ്ങൾ നിർബന്ധിച്ചിട്ടാ നീ വേണുവിനെതിരെ മൊഴി കൊടുത്തതെന്നാണ് വലിയവരോടും പറഞ്ഞ. തിരിച്ച് ഈ പടി ഇങ്ങോട്ട് കയറാന്ന് നീ മോഹിക്കണ്ട. അയ്യോ, എന്നതാ എന്നതാ ഊർമിളെ, എന്താ നിനക്ക് പറ്റിയേ? അയ്യോ എന്റെ കർത്താവേ. സ്ത്രീപീഡന കേസ്. ആ അപ്പു ജംഗ്ഷനിലേക്ക് ഇറങ്ങിയിരിക്ക. നീ വേഗം ചെന്ന് അവനെ വിവരം അറിയിക്കുക. വേഗം ചെല്ല്. മാറി ഇക്കടി ഇങ്ങോട്ട്. അതിന്റെ ഇടയിൽ കയറി നിൽക്കുക. ലക്ഷ്മി, എന്റെ ഇളയ മരുമോടെ കള്ളമൊഴിക്ക് നല്ല ബലമല്ലേ? സ്വന്തം ആങ്ങളുടെ ചങ്ക് തന്നെ കലക്കി കളഞ്ഞില്ലേ? എന്റെ ഭഗവതി, എനിക്ക് സന്തോഷമായി. സാർ, അവന്റെ കണ്ടീഷൻ അത്ര ശരിയല്ല. ഇത്രയും നേരം പെരുമാറിയിട്ടും ഒന്നും സമ്മതിച്ചിട്ടില്ലല്ലോ. ഈ നിലയ്ക്ക് അവനിവിടെ കിടന്ന പുലിവാലാവൂന്നാ എന്റെ സംശയം. താനൊന്ന് വന്നേ. ഇങ്ങനെ ശവം കണക്ക് ഇവിടെ കിടന്നിട്ട് പ്രയോജനമൊന്നുമില്ല. തുറന്നു വിട്ടേരെ. ശരി സാർ. വാടാ, നടക്ക. സാർ, തൽക്കാലം പൊയ്ക്കോ. രക്ഷപ്പെട്ടു എന്ന് കരുതണ്ട. വിളിച്ചാ വിളിപ്പുറത്തുണ്ടാവണം. നിന്നെ കൊണ്ട് നടന്നെന്താണെന്ന് പറയിപ്പിക്കാൻ എന്ത് വേണമെന്ന് ഞാൻ നോക്കട്ടെ. ഒരു ഓട്ടോയെ കയറ്റി വിട്ടേക്ക്. ശരി സാർ. അമ്മേ, ഞാനൊരു കാര്യം പറഞ്ഞ ദേഷ്യപ്പെടരുത്. ആ വളച്ചു കേട്ടാ കാര്യം പറവച്ചേ. എനിക്ക് വീട് വരെ ഒന്ന് പോണം. എന്തിന്? ചാവാൻ കിടക്കുന്ന ആങ്ങളെ കാണാ അമ്മയും മോളും പോന്നുണ്ടോ? അവനെതിരെ മൊഴി കൊടുത്തത് നീയല്ലേ? തല്ലിയ കൈകൊണ്ട് തലോടാൻ നിന്നാലേ അത് അവസരവാദമായി പോവും. മോളി എന്ന് അടുക്കള വല്ല പണിയുണ്ടോ നോക്ക്. അല്ലെങ്കിൽ ദേ അവിടെ ജ്ഞാനപ്പാന ഇരിപ്പുണ്ട്, അതെടുത്ത് വെച്ച് വായിക്കേ. ചെല്ല് ചെല്ല്. കുറ്റബോധം കൊണ്ട് മനസ്സ് നീർന്നുണ്ടെങ്കിലേ അല്പം ശാന്തി കിട്ടും. മോളി ചെല്ല്. എന്താ എന്റെ മരുമോള് പറഞ്ഞു കേട്ടില്ലെന്നുണ്ടോ? ഞാൻ മറ്റെവിടേക്കും പോവല്ല. അവിടുന്ന് അമ്മ ഇത്തിരി മുമ്പ് വിളിച്ചിരുന്നു. എന്നോടൊന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്താ ഇത്ര അത്യാവശ്യം? അമ്മയ്ക്ക് എന്തോ വയ്യായിക, എന്തെങ്കിലും സഹായത്തിനായിരിക്കും. ഇവിടെ എല്ലാരും പറഞ്ഞതുപോലെ ഞാൻ അനുസരിക്കുന്നില്ലേ? ഏട്ടനെ പോലും തള്ളി പറയാൻ തയ്യാറായില്ലേ? എനിക്ക് എന്റെ അമ്മയെങ്കിലും വേണം. ഞാൻ ഒന്ന് പൊയ്ക്കോട്ടെ. നീ പറഞ്ഞത് കാര്യമല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല.
ആദ്യം നീയായിട്ട് വാശി പിടിച്ചോണ്ടാ എല്ലാവരും ദേഷ്യപ്പെട്ടതും കുത്തുവാക്ക് പറഞ്ഞതും. ഇപ്പൊ പള്ളിക്കിലെ ചിട്ടവട്ടത്തിനനുസരിച്ച് നീ നിൽക്കാൻ തയ്യാറായില്ലേ? ഞങ്ങള് മനുഷ്യത്വമില്ലായ്മ കാണിക്കരുതല്ലോ. നീ പോണ്ടെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ അപ്പു ഇവിടെ ഇല്ലാതെ അപ്പൂട്ടൻ വരുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങോട്ട് പോന്നോളാം. പറഞ്ഞ വാക്ക് പാലിക്കാൻ പറ്റുമെങ്കിൽ പോയിക്കോളൂ. ഒന്ന് നിന്നേ. ദേ പിന്നൊരു കാര്യം, ഞങ്ങൾ നിർബന്ധിച്ചിട്ടാ നീ വേണുവിനെതിരെ മൊഴി കൊടുത്തതെന്നങ്ങനെ വല്ലവരോടും പറഞ്ഞ തിരിച്ച് ഈ പടി ഇങ്ങോട്ട് കയറാന്ന് നീ മോഹിക്കണ്ട, കേട്ടല്ലോ? പോയിക്കോ. ഏട്ടാ, 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 ഞാന് മായ. ആ ദ്രോഹികളേട്ടനെ എന്താ ചെയ്തത്? എനിക്കിത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ. സഹിക്കാൻ വയ്യാത്ത ഏട്ടനാ മോളെ. നീ ആയതുകൊണ്ട് മാത്രം ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നീ ഏട്ടന് എന്തിനു വേണ്ടിയായിരുന്നു? പോലീസുകാർ തല്ലിയ മുറിവുകൾ ഉണങ്ങും, പക്ഷെ ഇത് ഏട്ടാ, ഒന്നും അറിഞ്ഞുകൊണ്ടല്ല ചെയ്യിച്ചതാ. അവരെല്ലാരും കൂടി എന്നെ കൊണ്ട് ഇത് ചെയ്യിച്ചതാ. ഏട്ടനെതിരെ മൊഴി കൊടുക്കാൻ സമ്മതിക്കാത്തതിന് അവരെന്നെ ഇറക്കി വിട്ടു. വീട്ടിൽ വന്ന് അപ്പുവേട്ടൻ അമ്മയോട് എന്നെ ഉപേക്ഷിച്ചെന്ന് പറയുമെന്ന് ഭീഷണിപ്പെടുത്തി. അങ്ങനെ വല്ലതും കേട്ട നമ്മുടെ അമ്മയ്ക്ക് താങ്ങാൻ പറ്റുമോ? അതാ ആ ഭീഷണിക്ക് മുന്നിൽ മായ തോറ്റുപോയത്. മഹാപാപ ഞാൻ ചെയ്തത്. ഏട്ടൻ എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചോളൂ, ശപിച്ചോളൂ. സാരില്ല മോളെ, സാരില്ല. ഏട്ടന് നിന്നെ മനസ്സിലാക്കാനാവും. എന്നും നിങ്ങളെയൊക്കെ പ്രാണിനെ പോലെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ ഈ ഏട്ടൻ. പക്ഷെ എന്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോ കാര്യകാരണം തിരക്കാതെ എന്നെ ക്രൂശിക്കാൻ എല്ലാവരും മത്സരിച്ചു, ഒറ്റപ്പെടുത്തി. അതിലേ എനിക്ക് വിഷമം തോന്നിയിട്ടുള്ളൂ. എന്നാലും ഏട്ടന്റെ മനസ്സിലുള്ള സ്നേഹം അതേപോലുണ്ട്. അതുകൊണ്ട് തന്നെ
നിന്റെ അവസ്ഥ എനിക്ക് ഊഹിക്കാനാവും. ഏട്ടനെ തള്ളി പറയേണ്ടി വന്നെങ്കിലും നിന്റെ ജീവിതത്തിൽ അതുകൊണ്ട് സന്തോഷവും സമാധാനവും ഉണ്ടാവുമെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഏട്ടാ മതി. സ്നേഹം കൊണ്ട് ഇനിയും ഈ അനിയത്തെ തോൽപ്പിച്ചു കളയല്ലേ. മായ, അയ്യോ എന്നതാ എന്നതാ ഊർമിളെ, എന്താ നിനക്ക് പറ്റിയേ? അയ്യോ എന്റെ കർത്താവേ, ഈ കുട്ടിക്ക് തന്നെ പറ്റി. ഊർമിളെ മോളെ, ഇച്ചായ ഇച്ചായ ഒന്ന് വേഗം ഇങ്ങ് വന്നേ. ഊർമിളെ എന്നെ പറ്റി മോളെ? എന്നതാടി മോളെ എന്നതാടി ആലിസ് ഇങ്ങനെ വിളിച്ചു പോകുന്നേ? ഊർമിളയ്ക്ക് തീരെ വയ്യ, ഒരുപാട് ഛർദിച്ചു. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. വയ്യാങ്കിലേ അവിടെ കിടന്നോട്ടെ. നിന്റെ തോന്നിയാസത്തിനും അന്വേഷണത്തിനും കയറ്റി പൊറപ്പിച്ചതിനെ പരിചരിക്കാനേ ഈ ജെയിംസിനെ കിട്ടുകയില്ല. അതിനെ നിന്റെ പാറക്കടവ് ഇടവകയിലെ കപ്പ്യാരെ വിളിച്ചേച്ച് വന്നാ മതി. അല്ല പിന്നെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഓരോ കുരിശെടുത്ത് തലയെ കയറ്റിക്കോളും. വല്ല ഉപകാരം ഉണ്ടെങ്കിലും വേണ്ടൂലായിരുന്നു. ഇച്ചായ കർത്താവിന് നിരക്കാത്തത് കാട്ടല്ലേ. ഒന്നുമില്ലേലും മനുഷ്യജീവിയല്ലേ. തന്നെയല്ല, ഇച്ചാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇവിടെ കിടന്ന് അവൾക്ക് വല്ല അത്യാഹിതം പറ്റിയ നമ്മൾ തന്നെയല്ലേ പെടുക. അതെ, പോലീസ് തരുന്ന കൊച്ചാണെന്ന് ഓർമ്മ വേണം. പണ്ടാരം അടങ്ങാനായിട്ട് ഓരോന്ന് ഉണ്ടാക്കി വെച്ചോളും. ഇതിപ്പോ ഇറക്കാനും വയ്യ തുപ്പാനും വയ്യ നിലയിലായാലും ഭർത്താവേ ഒറ്റ വീക്ക് വെച്ചെന്നുണ്ടല്ലോ. ആ അത് പിന്നെയും പുലിവാലാകും. സ്ത്രീപീഡനത്തിനെ വേറെ കേസ് വരും. ആലിസേ, നീ എന്റെ കൺട്രോൾ തെറ്റിക്കല്ലേ. എന്നാലേ മര്യാദയ്ക്ക് വന്ന് അവളെ ഒന്ന് താങ്ങിയേര്. വാ വാ ഇച്ചായ. ഊർമിളെ പേടിക്കണ്ട കേട്ടോ, ഇപ്പൊ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാ. ഒന്ന് പിടിക്കിച്ചായ. ഇവക്ക് എന്നാ പണ്ടാരത്തിലെ തന്നെ വാടി. അതെന്താണെന്ന് ചോദിക്കാനുണ്ടോ? ഓ പിടിക്ക. വയറ്റിലുള്ളതിൻ്റെതായിരിക്കും. ഓ വല്ലവനും ചെയ്ത മഹാഭാവത്തിന് ഞാനാണല്ലോ ചുമക്കേണ്ടി വരുന്നത് എന്റെ കർത്താവേ. ഒന്ന് മിണ്ടാതിരി അച്ചായ. മായേ അവിടെ നിക്ക്. മായ വീട്ടിൽ പോയിട്ട് എന്താ പെട്ടെന്ന് വന്നത്? അത് അപ്പോട്ടിനോട് പറയാതെ പോയതല്ലേ, അതാ. വീട്ടിലെന്ന് വെച്ചാ തറവാട്ടിലേക്കാണോ പോയത്, അതോ വേണുവിന്റെ വീട്ടിലോ? അത് തറവാട്ടിലേക്ക്. കള്ളി, മുഖത്ത് നോക്കി കള്ളം പറയാ എങ്ങനെ നാക്ക് വളയുന്നടി? മിണ്ടാപ്പൂച്ചയെ പോലിരിക്കുന്ന നീ ഒരു പെരും കള്ളിയാണെന്ന് എനിക്കിപ്പോ ബോധ്യപ്പെട്ടടി. അമ്മയെ കാണാനോ പിണ്ടം വെക്കാനെന്നൊക്കെ പറഞ്ഞ് എന്റെ കണ്ണി പൊടിയിട്ട് പോയിരിക്കുന്നു. മിണ്ടരുത്. ഇനിയും കള്ളം പറയാനേ ഭാവമെങ്കിൽ അടിച്ചു നിന്റെ 32 പല്ല് താഴെ ഇടും. നീ പൊന്നാങ്ങളയുടെ മാളികയിലേക്ക് എഴുന്നല്ലേന്ന് ഞങ്ങൾ അറിഞ്ഞടി. പോലീസുകാർ അടികൊണ്ട് അവൻ ചത്തോ? എടി അവന് വായിക്കരിടാൻ പോയതാണോടി നീ? പറയടി. എന്താടി നിന്റെ നാവിറങ്ങിപ്പോയോ? പറയടി. വരും കള്ളി. എന്താ അമ്മ ഇവിടെ ഒരു ബഹളം? ഓ ഇവിടെ ഒരു പെരുങ്കളി ഉള്ളപ്പം ബഹളം വെക്കാതെ എങ്ങനെയാ? അമ്മയെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പോയിട്ട് ആ എരണം കെട്ടോനെ സന്ദർശിച്ചിട്ട് വന്നിരിക്കുന്നു. നമ്മളൊക്കെ വെള്ളരിക്ക പട്ടണത്തിലുള്ളവരാണെന്നാ ഇവള് വിചാരിച്ചിരിക്കുന്നത്. മിണ്ടാപ്പൂതം പോലെ നിൽക്കുന്ന കണ്ടില്ലേ പെരുങ്കള്ളി. അയാൾക്കെതിരെ ഇവള് മൊഴി കൊടുത്തപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു നാളെ പോയി കാൽക്കൽ സാഷ്ടാംഗം വീഴുമെന്ന്. പൊന്നാങ്ങളയുടെ കാര്യത്തിൽ ഇത്രയ്ക്ക് വലിയ ദണ്ണാണെങ്കിലേ പിന്നെ തിരിച്ചിങ്ങോട്ട് പോന്ന എന്തിനാ? അങ്ങോട്ട് തന്നെ ചെല്ലടി.
പോലീസുകാർ തല്ലിച്ചാച്ചിട്ടിരിക്കല്ലേ, ചെന്ന് തേനും പാലും ഒഴുക്കി ശുശ്രൂഷിക്ക്, നിനക്ക് പുണ്യം കിട്ടും. നോക്കി നിൽക്കാതെ ഇറങ്ങി പോടി. വേണ്ട, രണ്ടിലൊന്ന് തീരുമാനിക്കാൻ ഇനിയും വൈകുന്ന എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. തീരുമാനം ഞാൻ എടുത്തോളാം. മായ വാ, വാടി. അപ്പുവിനെയും പള്ളിക്കലുകാരെയും കബളിപ്പിക്കാന്ന് കരുതിയോ നീ? എന്റെ ചൊൽപ്പടിക്ക് അവനെതിരെ മൊഴി കൊടുത്ത് നീ അവനെ തേടി എന്തിനു പോയി? ചെയ്ത് തന്നെ കുമ്പസരിക്കാനോ അതോ എന്നെ ഒറ്റ കൊടുക്കാനോ? പറയടി. എന്റെ ഏട്ടൻ പാവോ, ഏട്ടൻ ആരുമില്ല. നിർത്ത്. അപ്പോ നിനക്ക് ഇപ്പോഴും അവനോട് സിമ്പതി ഉണ്ട്, കാരുണ്യമുണ്ട്, ഒരേ ചോരയുടെ കൂറുമുണ്ട്. തെറ്റുപറ്റിയത് എനിക്കാ. എന്തൊക്കെയായാലും ഒരേ ചോര ഒടുവിൽ ഒന്നാവുമെന്ന് ചിന്തിക്കാനുള്ള വെളിവില്ലാതെ പോയി. എന്നാലും മനുഷ്യനായ ഒരു ക്യാരക്ടർ വേണം. ഒന്നുകിൽ എന്റെ പക്ഷം അല്ലെങ്കിൽ അവന്റെ പക്ഷം. അല്ലാതെ രണ്ട് തോണി കാല് വെച്ചോണ്ടുള്ള നിന്റെ ഈ കളി വേണ്ട. അത് നിർത്തിക്കോണം ഈ നിമിഷം.